ഇന്ത്യൻ ബാക്ക് ഡ്രൈവിംഗ് 3D അല്ല, GTA 5 ആണ്. നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ബീച്ചിലൊക്കെ വന്നേക്കാ. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇപ്പം നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല. ഇതേ കണ്ടില്ലേ, $0. $1 പോലും ഇല്ല. അപ്പം നമുക്കിന്ന് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം. ഇതേ കണ്ടില്ലേ, വെപ്പൺസ് പോലും ഇല്ല. എനിക്ക് ബാങ്ക് റോബറി ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, കയ്യിൽ ഒരു പിസ്റ്റൽ പോലും ഇല്ല. ഒരു പിസ്റ്റലെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് പോയിട്ട് റോബറി ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ച് ക്യാഷ് ഉണ്ടാക്കണം. അതിനായിട്ട് ആദ്യം നമുക്ക് ഏതെങ്കിലും പണിക്ക് പോവാം. ഇവിടെ അടുത്ത് ഒരു പിസ്സ ഡെലിവറിയുടെ പണി കിട്ടുമെന്നാണ് അറിഞ്ഞത്. ഒരു കാര്യം ചെയ്യാം, നമുക്കിനി അങ്ങോട്ട് പോവാം. നമ്മുടെ കയ്യിൽ ഒരു സൈക്കിളൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രാങ്ക്ലിൻ്റെ കയ്യിൽ ആകെയുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതും ചവിട്ടിയിട്ട് നേരെ പിസ്സ ഷോപ്പിലേക്ക് പോവാം. ഈ സൈക്കിളിന് വലിയ സ്പീഡൊന്നുമില്ലല്ലോ. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴാണവോ എത്തുക? ഓക്കെ, ഇവിടെ ഞാൻ പിസ്സ ഷോപ്പിലേക്ക് എത്തിയേക്കാണ്. ഇവിടെ എന്തെങ്കിലും ജോലി കിട്ടിയാൽ മതിയായിരുന്നു. അല്ല, ഫ്രാങ്ക്ലിന് എന്നിട്ട് കാണിക്കുന്നു. നമുക്ക് പിന്നെ വീലടിക്കാം. ആദ്യം വണ്ടി നിറങ്ങ്, എന്നിട്ട് ജോലിക്ക് പോകാൻ നോക്ക്. സൈക്കിൾ നമുക്ക് ലോക്ക് ചെയ്തിടാം, അല്ലെങ്കിൽ ആരെങ്കിലും ഇത് കൊണ്ടുപോവേ. ഓക്കെ, ഇവിടെ എനിക്ക് ഡെലിവറി ബോയ് ആയിട്ട് ജോലി കിട്ടിയേക്കാണ്. ഇനി നമുക്ക് പോയിട്ട് പിസ്സയൊക്കെ ഡെലിവറി ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഓർഡർ എവിടെ നിന്നാണാവോ? കുറച്ച് ദൂരത്തുനിന്നാ. നമുക്കിനി പോയിട്ട് ആ പിസ്സ ഇങ്ങ് ഡെലിവറി ചെയ്തിട്ട് വരാം. ഇവിടുത്തെ നാട്ടുകാരെ പരസ്പരം തെറി വിളിക്കുക. എന്താണാവോ അവരുടെ പ്രശ്നം? എന്തെങ്കിലും ആവട്ടെ, നമുക്കിത് പോയിട്ട് ഡെലിവറി ചെയ്യാം. നമുക്ക് നമ്മുടെ പണി നോക്കാം. ഓക്കെ, ഞാനെങ്ങനെ ലൊക്കേഷനിലേക്ക് എത്തിയേക്കാണ്. ഇയാൾക്ക് ഞാനെങ്ങനെ പിസ്സ ഡെലിവറി ചെയ്ത് കൊടുത്തു. നമുക്ക് അവിടെ നിന്ന് $25 കിട്ടി. 25 പോരാ, നമുക്ക് ഇനിയും വേണം. അടുത്ത ഓർഡർ ഇവിടെ നിന്നാണ്. ആ ചേച്ചിക്കും അങ്ങനെ പിസ്സ കൊടുത്തു. ഈ ചേച്ചി നമുക്ക് $30 തന്നു. നേരത്തെ ചേട്ടൻ നമുക്ക് 25 തന്നോളൂ. അതെന്താണാവോ? ചിലപ്പോൾ ഇത് സ്പെഷ്യൽ പിസയാവും, വല്ല ബാർബിക്യൂ പിസയോ അങ്ങനെ വലുതാവും. ഇവിടെ ഇപ്പോൾ ഇരുട്ടാവാറായി. നമ്മളാണെങ്കിൽ അധികം ക്യാഷൊന്നും ഉണ്ടാക്കിയിട്ടില്ല, വെറും $55 മാത്രം. ഇതുകൊണ്ട് ഒന്നും ആവില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു $500 സെറ്റാക്കണം, എന്നാലേ ഒരു വെപ്പൺ മേടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പം എന്താ 2 ആൾ പിസ്സ ഓർഡർ ചെയ്താ? പക്ഷെ ഞാൻ അവർക്ക് ഒരു പിസ്സ കൊടുത്തുള്ളൂ. ഒരു പിസ്സയുടെ കാശ് കിട്ടിയോളൂ. ചിലപ്പോൾ അവർ ഷെയർ അടിച്ച് കഴിക്കണ്ടാവും. ഇവിടെ കണ്ടില്ലേ, ഞാൻ പിസ്സ എറിഞ്ഞാണ് കൊടുക്കണേ. പക്ഷേ എറിഞ്ഞു കൊടുത്തോണ്ട് അവർക്ക് പ്രശ്നമൊന്നുമില്ല, അവരത് എടുത്ത് കഴിച്ചോളും. ഇവിടെ ഒരുത്തൻ്റെ കടലിൻ്റെ അവിടെ പിസ്സ ഓർഡർ ചെയ്തേക്കണ്. അതും കൂടി ഞാൻ കൊടുത്തു. എനിക്കിവിടെ നിന്ന് $26 കിട്ടി. ഇയാൾക്കെന്താ പിസ്സ കിട്ടിയില്ലേ? ഇവർ വേറെ വേറെ പിസ്സയാണോ ഓർഡർ ചെയ്തത്? അതും കൂടി അങ്ങ് കൊടുക്കാം. ഇതെന്തത്, ഇയാൾ നമുക്ക് $17 മാത്രമേ തന്നുള്ളൂ. അത് ശരിയല്ല കേട്ടാ. $17. ചിലപ്പോൾ അത് വെജിറ്റബിൾ പിസ്സയാവും. എന്തെങ്കിലും ആവട്ടെ. ഇവിടെ എൻ്റെ പണി എങ്ങനെ കഴിഞ്ഞു? നേരം വെളുത്തു. ഇന്നലെ രാത്രി ഫുള്ള് പണിയായിരുന്നു. എനിക്കിവിടെ $746 കിട്ടി. ഒരു രാത്രി ഫുള്ള് പട്ടിയെ പോലെ പണിയെടുത്തിട്ട് കിട്ടിയതാണ് $746. ഇതുകൊണ്ടൊന്നും ആവില്ല ഏട്ടാ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിതകാലം മൊത്തം പട്ടിയെ പോലെ പണിയെടുത്ത് ജീവിക്കേണ്ടി വരും. നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കേണ്ടി വരും. ഒരു കാര്യം ചെയ്യാം, $500 ഒരു പിസ്റ്റൽ മേടിക്കുക, എന്നിട്ട് വേഗം പോയിട്ട് ഒരു ബാങ്ക് അങ്ങ് റോബറി ചെയ്യുക. വേറെ വഴിയില്ല. ഒരു മിനിറ്റ്, അവിടെ ഒരു പെണ്ണ് പോണ്ടല്ലോ. ഇവളുടെ കയ്യിൽ നിന്ന് കാശ് എടുക്കാം. ഇവളുടെ കയ്യിൽ 10 പൈസ ഇല്ല. ഇവിടെ മുമ്പിൽ വേറൊരു പെണ്ണ് പോണ്ട്. ആ പെണ്ണ് റിച്ചാന്ന് തോന്നുന്നുണ്ട്. അതിന് ഇഷ്ടം പോലെ ക്യാഷ് കിട്ടും. നിക്കടെ അവിടെ. ഇവളുടെ കയ്യിലും 10 പൈസ ഇല്ല. ഇവിടെ മുമ്പിൽ വേറൊരു പെണ്ണുണ്ട്. തെറിച്ച് പോയി അവള്. പക്ഷെ അവളുടെ കയ്യിലും പൈസ ഇല്ല. ഇതെന്ത് ദാരിദ്ര്യം പിടിച്ച നാടാ. ഇവിടെ ആരോ പോലീസിനെ വിളിച്ചറിയിച്ചു. നമുക്ക് നൈസായിട്ട് പണി കിട്ടി. ഈ വണ്ടി എടുത്ത് മോഷ്ടിക്കാം, എന്നിട്ട് വേഗം സ്ഥലം വിടാം. എൻ്റെ സൈക്കിൾ അവിടെ കിടന്നോട്ടെ. സൈക്കിൾ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പോലീസുകാർ നമ്മളെ പിടിച്ച് ജയിലിടും. ഇവിടുത്തെ ജയിലിലാണെങ്കിൽ പൊറോട്ടയും ഇറച്ചിയും കിട്ടില്ല. അത് വേറൊരു പ്രശ്നം. നമുക്ക് എങ്ങനെയെങ്കിലും പോലീസിൻ്റെ നിന്ന് രക്ഷപ്പെടണം, എന്നിട്ട് ബാക്കി കാര്യം നോക്കാം. അയ്യോ, ഇവിടെ ഏതൊരു പോലീസുകാരൻ നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ ബാങ്കൊക്കെ റോബറി ചെയ്യുകയാണെങ്കിൽ പോലീസുകാരും ആർമിക്കാരും എല്ലാവരും എൻ്റെ പിന്നാലെയാവും. പക്ഷെ ഇതിപ്പോൾ വലിയ സീനില്ലേ, ഇതൊക്കെ നമുക്ക് സുഖമായിട്ട് രക്ഷപ്പെടാം. ഇനി നമ്മൾ ബാങ്കൊക്കെ റോബറി ചെയ്ത് കഴിഞ്ഞാൽ 5 സ്റ്റാർ വാണ്ടഡ് ലെവൽ വരാം. അന്നേരം നല്ല പണി കിട്ടും.